ഒഡീഷ എഫ് സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരമായിരുന്നല്ലോ റോയ് കൃഷ്ണ. റോയ് കൃഷ്ണ ഇഞ്ചുറി പറ്റി റൂൾഡ് ഔട്ട് ആയതിനെ പറ്റി നമ്മൾ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പരാമർശിച്ച് വരുന്നു. നമുക്കറിയാം ഒരു വലിയ നഷ്ടം തന്നെയാണ് ഒഡീഷ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം. കാരണം അവരുടെ എത്രയും പ്രധാനപ്പെട്ട ഒരു താരമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്താണെങ്കിലും അദ്ദേഹത്തിനൊരു പകരക്കാരൻ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മാർക്കസ് തന്നെ ഇതൊക്കെ കൺഫേം ചെയ്യുന്നു. ഇപ്പം ഡോൾട്ടൻ ഗോമസ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കൊക്കെ സുപരിചിതനായിട്ടുള്ളൊരു താരം കൂടിയാണ്. ബ്രസീലിയൻ സെൻട്രൽ ഫോർവേഡിനെയാണ് എത്തിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾക്ക് സുപരിചിതനായിട്ടുള്ള താരം എന്ന് പറയണം. കാരണം ഇദ്ദേഹം ഏറ്റവും ഒടുവിലായിട്ട് സൂപ്പർ ലീഗ് കേരളയിൽ കളിച്ച താരമാണ്. സൂപ്പർ ലീഗ് കേരളയിലെ ഗോൾഡൻ ബൂട്ട് വിന്നറാണ് എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. ഫോസ കൊച്ചിക്കൊക്കെ വേണ്ടിയാണ് താരം കളിച്ചിരുന്നത്. നമുക്കറിയാം ഫോസ കൊച്ചി ഒരു സീസൺ തുടങ്ങിയതിനൊക്കെ ശേഷമാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. പിന്നീട് അവരുടെ ഒരു ഗതി മാറ്റിയിട്ടുള്ളൊരു താരം തന്നെയാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു താരത്തിൻ്റെ ഇപ്പോൾ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു, ഉടനെ തന്നെ ജോയിൻ ചെയ്യുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു മാർക്കസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇദ്ദേഹം വരുന്നൊരു സമയത്ത് ഇപ്പം പലരും പലയിടങ്ങളിലൊക്കെ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ സൂപ്പർ ലീഗ് കേരളയിൽ നിന്ന് ISL വരുമ്പോഴത്തേക്കും അത് മാച്ച് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളൊരു കാര്യം. ആ ഒരു കാര്യം സംസാരിക്കുമ്പോഴത്തേക്കും ഇദ്ദേഹത്തെ ഫോസ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ അവരുടെ പരിശീലനം തന്നെയാണ്. അതായത് ഫോസ കൊച്ചിയുടെ പരിശീലനം, അദ്ദേഹവുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അത് എവിടെയാണ്? ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിൽ. അതായത് 2021 മുതൽ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് കളിക്കുന്ന ഒരു പ്ലെയറാണ്. 2 ക്ലബ്ബ്, അവിടുത്തെ പ്രമുഖ 2 ക്ലബ്ബുകളിൽ കളിച്ചിട്ടുണ്ട്. ധാക്ക ബഹാനി, അതുപോലെ ബഷുന്ധര കിങ്സ്. അവർക്ക് വേണ്ടി നിരവധി ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ, AFC കപ്പ്, AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് ഒക്കെ കളിച്ചിട്ടുണ്ട്. അത് ഒരു നല്ല നമ്പേഴ്സ് അദ്ദേഹത്തിന് അവിടെ അവകാശപ്പെടാനുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 49 മത്സരങ്ങളിൽ നിന്ന് 52 ഗോളും 12 അസിസ്റ്റും. അതൊരു ഗ്രേറ്റ് ആയിട്ടുള്ള നമ്പറാണ്. അപ്പം ബംഗ്ലാദേശ് ലീഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ISLൻ്റെ ആ ഒരു ലെവൽ ഓഫ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു ലീഗാണ്. പ്രത്യേകിച്ച് ബംഗ്ലാദേശി ക്ലബ്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്ത്യൻ ക്ലബ്സൊക്കെ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ആ ഒരു വലിയ ക്വാളിറ്റി ഡിഫറൻസ് ഒന്നുമില്ല. അവരും നല്ല ടീമൊക്കെ ഉള്ള, ഇപ്പം ധാക്ക ബഹാനിയാണെങ്കിലും ബഷുന്ധരയ്ക്കാണെങ്കിലും നല്ല ക്ലബ്സാണ് എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ്. അതിനു മുമ്പ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് ചൈനയിലാണ്. ഇപ്പം ചൈനയിൽ സൂപ്പർ ലീഗ് കളിച്ചിട്ടുണ്ട്, അതായത് ഫസ്റ്റ് ഡിവിഷൻ. അവിടെ അതിൽ 54 മത്സരങ്ങളിൽ നിന്ന് 16 ഗോൾ അടിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ കൂടുതൽ മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുള്ളത് ചൈനയിലെ ലീഗ് 1-ലാണ്, അതായത് ചൈനീസ് സെക്കൻഡ് ഡിവിഷനിലാണ്. 145 മത്സരങ്ങളിൽ നിന്ന് 50 ഗോൾ 20 അസിസ്റ്റും അദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ബ്രസീലിൽ പറഞ്ഞ പോലെ സീരിയ എയിലും കളിച്ചിട്ടുണ്ട്, സീരിയ ബിയിലും കളിച്ചിട്ടുണ്ട്. അങ്ങനെ ലോവർ ടയറിലൊക്കെ കളിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നോക്കുമ്പോഴത്തേക്കും നല്ല ക്ലബ്സിലൊക്കെ കളിച്ചായിട്ടുള്ളൊരു കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ സ്റ്റാറ്റൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഗോൾസിനോടൊപ്പം തന്നെ അസിസ്റ്റും കോൺട്രിബ്യൂട്ടൊക്കെ ചെയ്യുന്നൊരു പ്ലെയറാണ്. അതായത് ഗോൾ കോൺട്രിബ്യൂഷൻ നിരന്തരം കൊടുക്കുന്നൊരു പ്ലെയറാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ റോയ് കൃഷ്ണയുടെ കാര്യം എടുക്കുമ്പോഴും നമ്മൾ അത് തന്നെ ആയിരുന്നില്ല മനസ്സിലാക്കിയത്. അദ്ദേഹം ഒരു ഗോൾ അടിക്കുന്ന മാത്രം പ്ലെയർ അല്ല, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു കേപ്പബിലിറ്റി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിവേ, ഇനിയിപ്പം ഒഡീഷയുടെ ഒരു മുന്നേറ്റത്തിലൊരു ബ്രസീലിയൻ ഡുവോ ആയിരിക്കും. അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം ഡീഗോ മൗറീഷ്യോ ഒരു മെയിൻ മാനായിട്ട് മാറും. ഇദ്ദേഹം കൂടുതലായിട്ടും ഒരു സെക്കൻഡ് ഹാഫ് പ്ലെയർ എന്നൊക്കെയുള്ള നിലയിൽ, സ്ക്വാഡ് പ്ലെയർ എന്ന ലെവലിലേക്കൊക്കെ വരാനാണ് സാധ്യത കൂടുതൽ എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും അവർ പെട്ടെന്ന് തന്നെ ആ ഒരു റീപ്ലേസ്മെൻറ്റ് നടത്തുന്നു എന്നുള്ളതും എടുത്ത് പറയേണ്ടതാണ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയോഫ്.